ഹലോ, ഇന്ന് നമുക്ക് പ്രിസർവേറ്റീവിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് ആണ് നമ്മൾ നാച്ചുറൽ പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ എന്താ പറയുക, നാച്ചുറിൽ നിന്ന് ഡയറക്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്യാമെന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പോൾ പ്ലാന്റുകളിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പ്രിസർവേറ്റീവ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 പ്രിസർവേറ്റീവ് ഉണ്ട്. ഞാൻ 3 കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് എക്കോ അല്ലെങ്കിൽ ജിയോഗ DCT. അപ്പോൾ ഓരോ പ്രിസർവേറ്റീവും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പൊതുവേ നാട്ടിൽ ഉപയോഗിക്കുന്ന, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിസർവേറ്റീവാണ് ഫെനോക്സി എത്തനോൾ എന്ന് പറയുന്നത്. ഒന്ന് റേറ്റാണ്. എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവിന് ചിലതിനൊക്കെ ഒരുവിധം നല്ല റേറ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോമൺ ആയിട്ട് കിട്ടുന്നൊരു പ്രിസർവേറ്റീവ് അല്ല ഈ എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ്സ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇന്ത്യയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്നതാണ് പ്രിസർവേറ്റീവ് എക്കോ അല്ലെങ്കിൽ ജിയോഗാർഡ് DCT എന്ന് പറയുന്നത്. അല്ലാതെ വേറെ കുറേ ഒപ്പിത്തൻ്റെ ഉണ്ട്, ജിയോഗാർഡ് അൾട്ര ഉണ്ട്, ജിയോഗാർഡ് 221 ഉണ്ട്, അതുപോലെ ലുസിഡേൽ എന്ന് പറയുന്ന അങ്ങനെ പ്രിസർവേറ്റീവ് അതൊന്നും പക്ഷേ നമുക്ക് ഇന്ത്യയിൽ അത് അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റിയാണ്. അപ്പോൾ ഏതെങ്കിലും പ്രിസർവേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എക്കോ സർട്ടിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് 100% നമ്മൾ നാച്ചുറൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് സോല്യുബിലിറ്റി. അതായത് എല്ലാ പ്രിസർവേറ്റീവും ഓയിലിലും വാട്ടറിലും ഒരുമിച്ച് പോകണതാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വാട്ടർ ബേസ്ഡ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് ഓയിൽ സോളിബിൾ ആയിരിക്കും, ചിലത് വാട്ടർ സോളിബിൾ ആയിരിക്കും, ചിലത് ഇത് രണ്ടിലും പോകുന്നതുണ്ടാവും. അപ്പോൾ ഇത് എക്കോ സർട്ടിഫൈഡ് പ്രിസർവേറ്റീവ് ഓൾമോസ്റ്റ് ഇത് രണ്ടിലും പോകുന്നത് തന്നെയാണ്. ഫിനോക്സി എത്തനോളും അത് തന്നെയാണ്. അപ്പോലോ പിത്തൻ പ്ലസും ഇതുപോലെ തന്നെ നമുക്ക് സോളിബിലിറ്റി രണ്ടിലും ഉള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ബ്രോഡ് സ്പെക്ട്രമാണോ, അതായത് ഇത് എല്ലാ രീതിയിലുള്ള ബാക്ടീരിയ, മോൾഡ്, ഈസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ എന്തിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണം. ചിലത് മോൾഡ് അല്ലെങ്കിൽ ഈസ്റ്റ് മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ, അപ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതിന് അതിന് പറയുന്നത് ബ്രോഡ് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രിസർവേറ്റീവ് ആണോ എന്ന് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം മേടിക്കുമ്പോൾ. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നമ്മൾ പ്രിസർവേറ്റീവ് പ്രിസർവേറ്റീവ് മേടിക്കുമ്പോൾ ഇത് ഏത് PHലാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള PHൽ വർക്ക് ചെയ്യുന്ന പ്രിസർവേറ്റീവ് നമ്മൾ മേടിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രിസർവേറ്റീവ് എക്കോ നമുക്കിപ്പോൾ 8 വരെയുള്ള PH വരെയുള്ളതിൽ നമുക്കിത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ വൈഡ് റേഞ്ച് PH ഉള്ളതാണ്. ചിലത് വളരെ ലോ PHലേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോഗാർഡ് DCT ഒരു ചെറിയ സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിറത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രാഗ്രൻസ് ഓയിലോ ഒന്നും യൂസ് ചെയ്യാത്തതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മണം ഇതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഇത് ബേബികൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ സലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഒപ്പിറ്റൻ പ്ലസ് എന്ന് പറയുന്ന ഈ പ്രിസർവേറ്റീവ്. ഇത് ഇത്തിരി കോസ്റ്റ്ലിയാണ്, പക്ഷേ ഒത്തിരി നല്ല പ്രിസർവേറ്റീവ് ആണ്. പക്ഷേ ഇതിന് എക്കോ സർട്ടിഫൈഡ് എന്ന് അവരിത് സർട്ടിഫൈ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ഫിനോക്സി എത്തനോളോ ആണ് അതിലിവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതില്ല. അപ്പോൾ ഞാനിതൊക്കെ ബേബി പ്രൊഡക്ട്സിനൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷാമ്പൂവിനും ഇത് പലപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് എപ്പോഴാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചില പ്രിസർവേറ്റീവ് നമുക്ക് ചൂടാക്കുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം, പ്രിസർവേറ്റീവിന് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല. പക്ഷേ ഇപ്പോൾ ഇത് 3 നമ്മൾ കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട പ്രിസർവേറ്റീവാണ്. അതായത് ചൂട് ഒരു 35-40 നിൽക്കുമ്പോഴേ നമ്മളിത്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കുമ്പോൾ ഞാൻ അലോവേറ ജെൽ ഉപയോഗിക്കുന്നുണ്ട് വിചാരിച്ചു. അലോവേറ ജെല്ലിൽ ഓൾറെഡി പ്രിസർവേറ്റീവ് ഉണ്ട്. അപ്പോൾ ഞാനത് ചൂടാക്കുകയാണെങ്കിൽ, ഒരു ക്രീം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചൂടാക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അലോവേറ ജ്യൂസ് അത് ചൂടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിലുള്ള പ്രിസർവേറ്റീവിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള പ്രിസർവേറ്റീവിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതെപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള, അതായത് കൂളിംഗ് പീരീഡിലാണോ അല്ലെങ്കിൽ ഹീറ്റിംഗ് പീരീഡിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. PH വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ബ്രോഡ് സ്പെക്ട്രം ആണോ നോക്കുക,
അതുപോലെ തന്നെ ഈ എപ്പോഴാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കുക. ഇനി പ്രിസർവേറ്റീവിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് കൂടുതൽ ആ പ്രിസർവേറ്റീവ് നല്ല എഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനുള്ളതാണ് വൈറ്റമിൻ ഇ അല്ലെങ്കിൽ നമ്മുടെ റോസ്മേരി എക്സ്ട്രാക്റ്റൊക്കെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ആ പ്രിസർവേറ്റീവിനെ ബൂസ്റ്റ് ചെയ്യും. അതായത് ഒന്നും കൂടി നല്ല രീതിയിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും. പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. വെള്ളം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാത്തിലും, അതായത് നമുക്കറിയാം ഒരു വെള്ളം വെച്ചിട്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും കുറച്ച് കഴിയുമ്പോൾ അതിൽ ഈ ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയ, മോൾഡ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ലത് സ്കിന്നിനായാലും നമ്മുടെ പ്രശ്നങ്ങളില്ലാതിരിക്കാനോ ഒക്കെ നല്ലത് പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുക തന്നെയാണ്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് കൂടുതൽ വഷളാക്കുകയുള്ളൂ. പിന്നെ പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബോഡി ബട്ടേഴ്സ് പ്രിസർവേറ്റീവ് ഇല്ലാതെ നമുക്ക് ചെയ്യാം. ഓയിൽ മാത്രം, അതിലൊരു തരി പോലും വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ പ്രശ്നങ്ങൾ വരും. മണം വരും, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. ബോഡി ബട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു പ്രശ്നം വരുന്നത് അത് ഓക്സിഡൈസ് ചെയ്യും. അതായത് ഒരു കാറാന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിതുപോലെ വൈറ്റമിൻ ഇ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റോസ്മേരി എക്സ്ട്രാക്റ്റൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അത് കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. ബൈ.